കാസർഗോഡ് ബംഗളം കക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗർഭിണിയായ ജീവനക്കാരിയുടെ വളക്കാപ്പ് ചടങ്ങ് നടത്തിയതിൽ വിവാദം. പരീക്ഷാ ദിവസം അധ്യാപകരടക്കം ചേർന്നാണ് ചടങ്ങ് നടത്തിയത്. തലയിൽ അരിയിട്ട് അനുഗ്രഹിച്ച് പരമ്പരാഗത രീതിയിലായിരുന്നു ജീവനക്കാർ ചടങ്ങ് നടത്തിയത്. സർക്കാർ സ്കൂളിൽ അധ്യാപകരുടെയും സഹപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ചടങ്ങ് സംഘടിപ്പിച്ചതിലാണ് പ്രതിഷേധം. സംഭവത്തിന് പിന്നാലെ PTA അടിയന്തര യോഗം വിളിച്ചു. ഗർഭിണിക്കും ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനും ആയുരാരോഗ്യ സൗഖ്യമുണ്ടാകുമെന്ന വിശ്വാസത്തിൽ നടത്തുന്നതാണ് വടക്കൻ കേരളത്തിൽ പുങ്ങൻ മംഗലം എന്നറിയപ്പെടുന്ന ഈ ചടങ്ങ്. മകളൊരുങ്ങ് KV ബൈജു ചേരുന്നു. ബൈജു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത്തരം ചടങ്ങുകൾ നടത്തരുത്, അത് കൃത്യമായ നിർദ്ദേശങ്ങൾ ഉള്ളതാണ്. എന്താണ് സംഭവിച്ചത്? സൈത്തെ ബംഗളം കക്കാട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇത്തരത്തിൽ ഒരു റീൽസ് ചിത്രീകരണം നടന്നത്. ഇതാണിപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത്. നമ്മളെ ഈ ഉത്തര കേരളത്തിൽ കണ്ടുവരുന്ന ഒരു ചടങ്ങ്, ആ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പുങ്ങൻ മംഗലം എന്നാണ് ഇവിടെ അറിയപ്പെടാറുള്ളത്. അവിടെ ഇത്തരത്തിൽ ഒരു ചടങ്ങ് നടക്കുകയും അത് ചിത്രീകരിക്കുകയും വ്യാപകമായി പ്രചരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആ വീഡിയോ ആണ് ഇപ്പോൾ വലിയ പ്രതിഷേധത്തിനിടയാക്കിയത്. പ്രത്യേകിച്ച് ഈ രക്ഷാകർത്ത സമിതിയൊക്കെ വലിയ പ്രതിഷേധവുമായി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിലൊരു റീൽസ് ചിത്രീകരണം നടന്നിരിക്കുന്നത്. ഇതിന്റെ വീഡിയോ ആണ് ഇപ്പോൾ ഇത്തരത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. ആ ലാബ് അസിസ്റ്റന്റ്, ഗർഭിണിയായ ലാബ് അസിസ്റ്റന്റ് ആ ചടങ്ങ് അതുമായി ബന്ധപ്പെട്ടാണ്. അതിൽ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, തലയിൽ അരിയിട്ട് അനുഗ്രഹിച്ച് പരമ്പരാഗത രീതിയിലാണ് ഈ സ്കൂളിൽ ഈ പൊങ്ങൻ മംഗലം എന്ന് പറയുന്ന ഈ ആഘോഷം നടത്തുന്നത്. ഏതായാലും ആ റീൽസ് ഇപ്പോൾ വ്യാപകമായാണ് പ്രചരിക്കുന്നത്. സാധാരണ ബർത്ത്ഡേ പോലത്തുള്ള സംഭവങ്ങൾ നമ്മൾ സ്കൂളിൽ ആഘോഷിക്കാറുണ്ടെങ്കിലും ഇത്തരത്തിൽ ഒരു കൃത്യമായ ചിത്രീകരിക്കുന്ന രീതിയിൽ വീഡിയോ ദൃശ്യങ്ങൾ നേരത്തെ പദ്ധതിയിട്ട പോലെ രീതിയാണ് ഈ ദൃശ്യങ്ങളൊക്കെ ചിത്രീകരിച്ചിട്ടുള്ളത്. ആ ചടങ്ങുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന ആ സംഭവം, അത് വെള്ളിയാഴ്ച ഒരു പരീക്ഷ നടക്കുന്ന ദിവസമായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നതും ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. സൈത്തെ, യെസ്, അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു ചടങ്ങ് നടത്തിയത് സർക്കാർ